അത്ഭുതമാണ്. കാരണം പലവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളൊരു വാദമുണ്ട്. നമ്മൾ പല ഗ്രൂപ്പുകളും സംസാരിക്കും, ആർക്കാ അങ്ങനെ ഒരു വാദമുള്ളത്? ഞങ്ങൾ ജിന്നിനോടുള്ള എല്ലാ സഹായത്തോട്ട് ഷിർക്കെന്ന് പറയുന്നവരാണ്, ഞങ്ങൾ യാ ഇബാദത്ത് എന്നുള്ളൊരു ഹദീസുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദമില്ല, അതെല്ലാം ഷിർക്ക് തന്നെയാണ് ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തായാലും ഔദ്യോഗികമായ തിരൂർ മണ്ഡലം ഔദ്യോഗികമായി വിസ്ഡത്തിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ അത് വ്യക്തമായി കാര്യം പറഞ്ഞു, അവരുടെ വാദത്തിലും എഴുതി എല്ലാ സഹായത്തായിട്ടും ഷിർക്കല്ലെന്ന്. അതിന് അദ്ദേഹം ഇവിടെ ഒരുപാട് തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷേ നമുക്ക് സങ്കടം വരുന്ന എന്താണ്, ജിന്നിനോടുള്ള എല്ലാ സഹായത്തോട്ടവും ഷിർക്കല്ലാത്ത ഇവർ ഇനം നമുക്കുണ്ട് എന്ന് മുമ്പ് മുജാഹിദ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഞാനൊരു 25 വർഷമായിട്ട് മുജാഹിദായ ആളാണ്, 25 വർഷത്തിലധികമായി. പക്ഷേ ഇങ്ങനൊരു വാദം മുജാഹിദിനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരില്ല, വല്ലാഹി സത്യം കടന്നു വരില്ല, ഒരു സംശയ വിഷയത്തിലില്ല. ഒരു വിഷമത്തിൽ എവിടെയെങ്കിലും അകപ്പെട്ട തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാമെന്ന് കരുതി ജിന്നിനോട് ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അതിൽ പ്രാർത്ഥന വരില്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല എന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതുപോലെ ഒരു വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരില്ല. കാരണം അതിനേക്കാളും നല്ലത് മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചിട്ട് മരിച്ചുപോയ മഹാന്മാരോട് തേടുന്നത് അതിനേക്കാളും നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പച്ച ശിർക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ ഞാൻ കേട്ടത് തൊട്ട് ഇന്ന് വരെ ഒരു വിഷമത്തിലോ മരുഭൂമിയിലോ വിജനപ്രദേശത്തോ എവിടെയെങ്കിലും അകപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് കരുതി ആ ജിന്നിനോട് ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അതിൽ പ്രാർത്ഥന വരുന്നില്ല, അതുകൊണ്ടത് ശിർക്കുമല്ല എന്ന വാദം ഞാൻ കേട്ടിട്ടേയില്ല. ജബ്ബാർ മൗലവി ഇവിടെ കൊണ്ടുവരിക യാ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. യാ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഷാർജയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മണ്ണാർക്കാട് പറഞ്ഞിട്ടുണ്ട്, ഉമർ മൗലവി കൊടുത്തിട്ടുണ്ട്, ചെറിയ മുണ്ടം കൊടുത്തിട്ടുണ്ട്, പലവരും കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വിഷയം എന്തായിരുന്നു? ഈ മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടുന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച നടക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് യാ ഇബാദുള്ള എന്ന ഹദീസ്. അവിടെ നമ്മളൊരു മറുപടി കൊടുക്കാറുണ്ട്. എന്താണ് ആ മറുപടി? അത് നമ്മുടെ വ്യവസ്ഥക്കപ്പുറമാണ്, ഹദീസ് ലൈഫാണ്, അതൊരു വിശ്വാസത്തിന് പറ്റില്ല, അതുകൊണ്ട് തന്നെ ആ ഹദീസ് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവിൽ കൊള്ളൂല. ഇങ്ങനെയുള്ള വിഷയം മരിച്ചുപോയ മഹാന്മാരോടുള്ള ഇസ്തിഗാസയാണ്. ഇനി ഇതിൽ പറഞ്ഞത് തന്നെ നമ്മുടെ മറുപടി അവിടെ കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അതെന്താ? ഇനി നിങ്ങളുടെ വിശ്വാസവുമായി ഇതിൽ ഒരു ബന്ധവുമില്ല. കാരണം ഇതിൽ പറഞ്ഞത് തന്നെ എന്തുള്ളൂ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മുസ്ലിം ജിന്നും മലക്കുമാണെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ മുമ്പും കൊടുത്തിട്ടുണ്ട് മറുപടി, ഇപ്പോഴും കൊടുക്കും, ഇനിയും കൊടുക്കും, ഇനിയും അത് തന്നെ കൊടുക്കും മരിച്ചവരോട് തേടുന്ന. പിന്നെ പക്ഷേ ആ ഒരു സംവാദം അവിടെ മാറ്റി വെച്ചിട്ട് ആ സ്റ്റേജിൽ ഒരു സംവാദം നടക്കുക എന്ന് വിചാരിക്കുക, ജിന്നുകളോടുള്ള എല്ലാ സഹായത്തോട്ടവും ശിർക്കാണോ എന്നൊരു സംവാദം. അപ്പുറത്തിരിക്കുന്നത് ഇവർ തന്നെ ആകട്ടെ, ഇപ്പുറത്ത് നമ്മൾ അനീഫും കായക്കൊടിയും കാനസും എല്ലാം, അല്ലെങ്കിൽ സക്കര എല്ലാവരും ഇരിക്കട്ടെ, എന്നിട്ട് അവരവിടുന്ന് ഉദ്ധരിക്കുകയാണ് യാ ഇബാദുള്ള. എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുക? യാ ഇബാദുള്ളക്കന്ന് നമ്മൾ കൊടുക്കുക ഹദീസ് ലഈഫാണ്, അത് തെളിവിന് കൊള്ളൂല എന്ന് കൊടുക്കും. അപ്പോൾ അവർ പറയാണ് ഷൗക്കാനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം ജിന്ന് മലക്കാണെന്ന്, അതുപോലെ തന്നെ ഇമാം അഹ്മദ് അമൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇമാം നവവി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ മുസ്ലിം ജിന്ന് മലക്കോ. ശരി, ഓലൊക്കെ പറയുന്നുണ്ടോ, എന്നാൽ പിന്നെ ശിർക്കാകൂല എന്നാണോ നമ്മൾ മറുപടി പറയുക? അല്ല, അത് പച്ച ശിർക്കാണെന്ന് തന്നെ പറയും, പച്ച ശിർക്ക് തന്നെ. കാരണം അവരുടെ അഭിപ്രായം ഇസ്ലാമിൽ തെളിവല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനോട്ട് വിളിച്ചിട്ടുമില്ല. നെല്ലുവനി അല്ല തെരീക്ക് ഇബാദുള്ള എന്ന് പറഞ്ഞത് ജിന്നിനുള്ള വിളിയുമല്ല, അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടില്ല. അതൊരു ഹദീസുമല്ല, ഒരു അസറാണ്, ഒരു മകൻ്റെ റിപ്പോർട്ടാണ്, അത് ഒരു തെളിവുമല്ല, അതിലൊരു യാതൊരുവിധ സനതൊന്നുമില്ല, പോട്ടെ. പക്ഷെ ഇതാണ് നമ്മൾ ഇന്നും കൊടുക്കുന്നത്. പക്ഷെ ജബ്ബാർ മൗലവി അവിടെ എഴുതിയത് ആ വിഷയമേ അല്ല, അതാണ് ഇവിടുത്തെ തർക്കം. പക്ഷെ ആ വിഷയമായിട്ട് ഇവിടെ മടവൂരികൾ വന്നിട്ട് പറഞ്ഞു ജബ്ബാർ മൗലവി ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന്. അന്ന് നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? അതിലെവിടെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അത് നിങ്ങൾ എഴുതിയത് തന്നെയല്ലേ? മുമ്പ് ചെറിയ മുണ്ടം എഴുതിയതാണ്, ഉമർ മൗലവി അന്നൊക്കെ നിങ്ങൾ ഒന്നിച്ചല്ലേ, അന്ന് നമ്മൾ എഴുതിയതല്ലേ അത്? അതിലെവിടെയാണ് പ്രാർത്ഥന ഉള്ളത്? അപ്പം നമ്മൾ അന്നെല്ലാവരും വിചാരിച്ചത് എന്താ? ജബ്ബാർ മൗലവി എഴുതിയത് യാ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിൻ്റെ ചർച്ചയാണ്, അതിൽ പിന്നെ എന്താ തർക്കമുള്ളത്? ആ മറുപടിക്ക് ഒരു കുഴപ്പമില്ല, മരിച്ചവരോട് തരുന്ന മൊയ്ലിയിൽ കൊടുത്ത മറുപടിയാണ്. പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ യാ ഇബാദുള്ള ഉദ്ദേശിച്ചിട്ടേയില്ല, ഹദീസ് ഞാൻ തെളിവ് പിടിച്ചിട്ടേയില്ല. ഞാൻ പറയുന്നത് ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകുന്നു, എപ്പോൾ പ്രാർത്ഥനയാകുന്നില്ല എന്നാണ്. അതായത് ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ വിശദ എവിടെയാകട്ടെ, അയാൾ തൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു
ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടുകയാണെങ്കിൽ അതിൽ പ്രാർത്ഥന വരുന്നില്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല. തേടണമെന്ന് അദ്ദേഹത്തിന് വാദില്ല, തേടേണ്ടതാണെന്ന് വാദില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അവിടെ പ്രാർത്ഥന വരണമെങ്കിൽ അതെന്താകണം, അത് ആ സഹായത്തിട്ടും പ്രാർത്ഥന ആകാത്തത് അത് കഴിവിൽപ്പെട്ട സഹായം തേടി. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ പണ്ഡിതന്മാർ അയാൾക്കെതിരെ തിരിഞ്ഞത്. കാരണം ഇത് നമ്മൾ ഇതുവരെ ആരും പറയാത്ത വാദ. യായിബാദുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്വതന്ത്ര വിശ്വാസം, ഈ ജിന്നുകളോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അത് ശിർക്കൽ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത് എവിടെയും പറഞ്ഞു എന്ന് പറയുന്നത് മഹാബദ്ധമാണ്, എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മളെ കൊണ്ട് നമുക്കത് തെളിവുമല്ല, അത് അക്കീദക്ക് പറ്റുകയുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം. അതുകൊണ്ട് സത്യം മനസ്സിലാക്കണം. ആ ഒരു വിശ്വാസം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അയാളോട് ജബ്ബാർ മൗലിയോട് നമ്മൾ വിശദീകരണം തേടുകയും പല പ്രാവശ്യം ഇരിക്കുകയും പല പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്ത് പലവരോട് പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു, അവരുടെ തെളിവുകൾ കൊണ്ടുവന്ന് പറഞ്ഞു, എല്ലാം കൊണ്ടുവന്നിട്ട് അവസാനം കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സഭ തീരുമാനമെടുത്തു. എന്താണ്? ജിന്നുകളോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ശിർക്കാണ്, അതിൻ്റെ കഴിവിൽപ്പെട്ടത്. എല്ലാവരും ഒപ്പിട്ടു. അതിൽ എല്ലാവരും അവിടെ ഇവിടെ പറഞ്ഞ എന്താണ്? ആ സഹായത്തേട്ടം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടില്ല, അത് പ്രാർത്ഥന ആകുന്ന സഹായത്തേട്ടമാണ്. ആരാ പണ്ഡിതന്മാർ? കുഞ്ഞു മുഹമ്മദ് മദനി വറപ്പൂരിനെ എന്ത് വർഷങ്ങളോളം സംവാദം നടത്തിയ വിഷയം ഓൽക്ക് മനസ്സിലായില്ല. ആർക്ക്? സക്രിയാക്ക് മനസ്സിലായില്ല, ചെറിയ മുന്ന PN മനസ്സിലായില്ല, ഷമീർ മദനിക്ക് മനസ്സിലായില്ല, ഹംസ മദീനി, എല്ലാവരും ആര് പറ്റിച്ചു? അബ്ദുറഹ്മാൻ സലഫി അനസും പറ്റിച്ചു. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പണ്ഡിതന്മാർ വിഷയം. അവരെല്ലാവരും അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഒപ്പിട്ടത്. എന്നിട്ട് എന്താ ഒരാൾ തിരിച്ചു വന്ന് പറഞ്ഞത്? എല്ലാ സഹായത്തോട്ടും ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഈ പണ്ഡിത അനസും അബ്ദുറഹ്മാൻ സലഫിയും കായക്കൂടെ എന്ത് ചെയ്താണ്? ഈ കണ്ട പണ്ഡിതന്മാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതാ. പ്രാർത്ഥന ആകുന്ന സഹായത്തെ പറ്റിയാണ്. പ്രാർത്ഥന ആകുന്ന സഹായത്തെ പറ്റി ചർച്ച ചെയ്യാൻ എന്തിനാ ഇവരൊക്കെ? ഈ ഞങ്ങൾ നാല് സാധാരണക്കാർ പോലെ പ്രാർത്ഥനയാണെങ്കിൽ ശിർക്കാണെന്ന് പറയാം. അതിന് ഈ പണ്ഡിതന്മാരെന്തിനാ? ഈ വലിയ പണ്ഡിതന്മാരെ ദൗറെന്തിനാ? പ്രാർത്ഥനയാക്കുന്ന സഹായത്തോട്ട് ശിർക്കാണെന്ന് പറയാൻ ആർക്കെങ്കിലും ഒരാൾ വേണം, ഒരാളും വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ വിഷയം അതല്ല. ജിന്നുകളോട്, അതാണ് ആ വ്യവസ്ഥയിൽ എഴുതിയത്, ജിന്നുകളോടുള്ള സഹായത്തേട്ടം അവരുടെ കഴിവിൽപ്പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ അതെല്ലാം ശിർക്കാകുന്നു എന്നാണ് ജമിയത്തുൽ ഉലമയുടെ ഫത്വയിലുള്ളത്. ആ ഫത്വയിൽ അങ്ങനെയാണ്. ഫത്വയുടെ കോപ്പി ഉണ്ട്, അത് ഫത്വ ഉണ്ട്, അവരുടെ പ്രബന്ധമാണ്. ഫത്വ ഉണ്ട്. ഫത്വയുടെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫത്വയുടെ കോപ്പി ഞാൻ തരാം, നിങ്ങൾക്ക് വിട്ടുതരാം. അതിലുള്ള ജിന്നുകളോടുള്ള എല്ലാ സഹായത്തോട്ടും അത് വെച്ചിട്ട് അത് ജമിയത്തിന്റെ ലെറ്റർ പേഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് സൗദി അറേബ്യയിൽ കൊണ്ടുകൊടുത്തത്. ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ അടുത്ത് മുഴുവനും കൊണ്ടുകൊടുത്തു. എവിടെല്ലാം കൊണ്ടുകൊടുത്തു? ഇത് ലജനയെ കൊണ്ടുകൊടുത്തു. ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്ത് ഈ ലെറ്റർ പേഡുള്ള സാധനം, ഏത് കേരള ജമിയത്തുൽ ഉലമ ലെറ്റർ പേഡ് അടക്കം എഴുതി ജിന്നിനോടുള്ള എല്ലാ സഹായത്തോട്ടും ശിർക്കാണ് കഴിവിൽപ്പെട്ടത് പെടാത്തതെന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് അവർ ഇത് തിരുത്താൻ പറഞ്ഞു. ഇതിലൊരു തിരുത്തു കൊടുക്കണം, ഇത് തെറ്റാണെന്ന് പറയണമെന്ന്. ലജന കൊടുത്തില്ലെന്ന് മാത്രമല്ല, സൗദിയിലെ ഒരു പണ്ഡിതനും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അത് 100% ശരിയാണെന്നും പറഞ്ഞു. ഇന്ന് വരെ ലോകത്ത് ഒരു പണ്ഡിത സഭയും ആ ലജനത്ത് ദായിയുടെ കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഫത്വ ലെറ്റർ പേഡിലുള്ള ഫത്വ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ആദ്യമായി തെറ്റാന്ന് പറഞ്ഞത് ഇവിടുത്തെ വിസ്ഡം സഹോദരങ്ങളാണ്. വിസ്ഡം സഹോദരങ്ങൾ മാത്രമാണ് അത് തെറ്റാണ്, ഖുർആൻ എതിരാണ്, അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണെന്ന് പറഞ്ഞ് അവർ മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ പേരിൽ ആരോപിച്ചതല്ല. ഇനി നിങ്ങളുടെ പേരിൽ ഒരു ആരോപണവും നമ്മൾ നിങ്ങളുടെ പേരിൽ നടത്തിയിട്ടില്ല. നമ്മളുള്ള സത്യം പറഞ്ഞു. എന്ത്? ജിന്ന് പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ അതിൽ ശിർക്കല്ലാത്ത ഒരു ഇനവും നമുക്കില്ല, എല്ലാ സഹായത്തോട്ടും ശിർക്കന്നെ. അതല്ല എന്ന് പറഞ്ഞവരെയാണ് നമ്മൾ ആരോപിച്ചത്. ശിർക്കല്ലാത്ത സഹായത്തെന്ന് വിശ്വസിച്ചാൽ അവർ മുശ്രിക്ക് വിശ്വാസത്തിലാണ്. തേടണം എന്നൊന്നുമില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കൽ എന്നുള്ള വിശ്വാസവും മുശ്രിക്കിന്റെ വിശ്വാസം. ഇപ്പോൾ മൊയ്തീൻ തേടിയില്ലെങ്കിലും ശിർക്ക് വരും, ശിർക്കായില്ല എന്ന് വിശ്വസിച്ചാൽ. ഗുരുവായൂരപ്പനോട് തേടിയില്ലെങ്കിലും ശിർക്കല്ലാത്ത സഹായത്തെട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്, തേടുന്നവന്റെ വിധിയാണ്. ഇത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ വിശ്വാസത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരും ആ വാദമില്ലെങ്കിൽ